നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രീനിവാസന്റെ സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം. അന്തരിച്ച നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ നടക്കും. കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ നാളെ രാവിലെ 10 മണിക്കായിരിക്കും സംസ്കാരമെന്ന് സംവിധായകൻ രഞ്ജി പണിക്കർ മാധ്യമങ്ങളെ അറിയിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആദരാഞ്ജലി അർപ്പിക്കാനെത്തും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചിരുന്നു. ഡയാലിസിസിന് പോകുന്നതിനിടെയാണ് ശ്രീനിവാസന് തളർച്ച അനുഭവപ്പെട്ടതും തൃപ്പൂണിത്തറയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതും. ഭാര്യ വിമലയായിരുന്നു ശ്രീനിവാസനൊപ്പം ഉണ്ടായിരുന്നത്. അതേസമയം ശ്രീനിവാസനെ അനുസ്മരിച്ച് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ രംഗത്തെത്തി. ശബരിമലയിൽ മെഗാഫോണിൽ പോലീസിന്റെ സുപ്രധാന നിർദ്ദേശം. ശബരിമല സന്നിധിയിലെത്തുന്ന മാളികപ്പുറങ്ങളും കുട്ടി അയ്യപ്പന്മാരും 18-ാം പടിയുടെ വശങ്ങളിലൂടെ പടി കയറണമെന്ന നിർദ്ദേശവുമായി പോലീസ്. പടിയുടെ വശങ്ങളിലായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭക്തരെ പിടിച്ചുകയറ്റാൻ സഹായിക്കുന്നതിനാണിത്. ഇത് സംബന്ധിച്ച് മെഗാഫോണിലൂടെ നിർദ്ദേശം നൽകുന്ന സംവിധാനത്തിന് 18-ാം പടിക്ക് താഴെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ P ബാലകൃഷ്ണൻ നായർ തുടക്കം കുറിച്ചു. 18-ാം പടിയുടെ താഴെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ടീമും ഇക്കാര്യം മെഗാഫോണിലൂടെ ഭക്തരെ അറിയിക്കുന്നുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായി പടി കയറുന്നതിന് സഹായിക്കുകയാണ് ലക്ഷ്യം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ഇടവിട്ട് മെഗാഫോണിലൂടെ ഇക്കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വിളിച്ച യോഗത്തിൽ വിമർശനവുമായി രാഷ്ട്രീയ പാർട്ടികൾ. നിലവിൽ 24.08 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്താണ്. എന്നാൽ യോഗത്തിൽ ഈ കണക്കിനെ BJP ഒഴികെയുള്ള പാർട്ടികൾ വിമർശിച്ചു. ഫോം നൽകിയിട്ടും തന്നെയും ഭാര്യയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മുൻ MLAയും CPI നേതാവുമായ രാജാജി മാത്യു തോമസ് പരാതിപ്പെട്ടു. ഇനി വോട്ടുറപ്പിക്കാൻ ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ പിന്നാലെ നടക്കണമെന്നും രാജാജി മാത്യു പറഞ്ഞു. വോട്ടർമാരെ കണ്ടെത്താനായില്ലെന്നും ഫോം സ്വീകരിക്കുന്നില്ല എന്നുമുള്ള BLOമാരുടെ റിപ്പോർട്ട് കളവാണെന്നും CPM നേതാവ് MV ജയരാജൻ വിമർശിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ് 710 പേരെ ഒഴിവാക്കിയെന്ന് കോൺഗ്രസ് പ്രതിനിധി MK റഹ്മാൻ ചൂണ്ടിക്കാട്ടി. SIRന് അനുവദിച്ച സമയം നീട്ടണമെന്നും പാർട്ടികൾ ആവശ്യപ്പെട്ടു. കരട് പട്ടികയിലെ പിഴവ് ചൂണ്ടിക്കാണിച്ചാൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തിരുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ മറുപടി നൽകി. മലപ്പുറം തിരൂരിൽ വിദേശ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ആൾമാറാട്ടത്തിലൂടെ ഇന്ത്യൻ ലൈസൻസ് നൽകിയതായി കണ്ടെത്തി. തിരൂർ ജോയിന്റ് RTOയുടെ സഹായത്തോടെ ഇത്തരത്തിൽ നിരവധി പേർ ലൈസൻസ് നേടിയിട്ടുണ്ടെന്നും ഇതിനായി ഓഫീസ് കേന്ദ്രീകരിച്ച പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുമാണ് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മലപ്പുറം വിജിലൻസ് CI ജ്യോതീന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ തിരൂർ ജോയിന്റ് RTO ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. തിരൂർ, കോട്ടയ്ക്കൽ, വാളാഞ്ചേരി ഭാഗങ്ങളിലെ ചില ഏജന്റുമാരും ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിലെ ഉടമകളുമാണ് ജോയിന്റ് RTOയുടെ സഹായത്തോടെ ആൾമാറാട്ടം നടത്തി ലൈസൻസ് വാങ്ങി നൽകിയിട്ടുള്ളത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് യുവാവിന്റെ ഒരാഴ്ചയോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. നറുകര അടങ്ങുപുറം നഗറിലെ വേലായുധന്റെ മകൻ നിഷാന്താണ് മരിച്ചത്. നറുകര അത്തിക്കോട് നഗർ ശ്മശാനത്തിന് താഴെ കവുങ്ങിൻതോപ്പിലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മൃതദേഹം കണ്ടത്. ദുർഗന്ധം പരക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. നിഷാന്തിന്റേത് അപകട മരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.